അനാഥയെന്ന് പറഞ്ഞ് അമ്മയെ കൊണ്ട് വിട്ടു. എറണാകുളത്തൊരു സ്ഥാപനത്തിൽ കൊണ്ട് വിട്ടു എന്നല്ല, അവിടെ കൊണ്ടുവന്നിട്ട് ആശ്രമത്തിൽ താമസിക്കാൻ അമ്മയ്ക്ക് വല്ലാത്ത ആഗ്രഹം. അമ്മയുടെ ആഗ്രഹം നടപ്പാക്കാൻ വന്നതാ. അപ്പം അത് ആശ്രമമല്ല, ഒരു നല്ല മഹാനായ ഒരു ഗുരുവിൻ്റെ പേരുള്ള സ്ഥാപനമാണ്. അതിൻ്റെ അധികാരി പഴയൊരു ചീഫ് ജസ്റ്റിസ് റിട്ടയർഡാ സ്ത്രീ. അവർ സ്റ്റേജിൽ പറഞ്ഞതാണ് പരസ്യമായി. ചോറ്റാനിക്കര വെച്ച് അവർ പറഞ്ഞതാ അവലംബം. ചോറ്റാനിക്കര വെച്ചൊരു മീറ്റിങ്ങിൽ ഒരു വൈകാരിക തലത്തിൽ അവർ പറഞ്ഞു പോയതാണ്. അമ്മയെ അവിടെ എടുത്തു. കുറച്ച് കഴിഞ്ഞ് ആരോ അവിടെ വേറെ ആരോ കാണാൻ വരുമ്പോൾ ഈ അമ്മയെ മുമ്പ് കണ്ടിട്ടുള്ള ആരോ ഉന്നതന്മാർ വന്ന സമയത്ത് അവർ വിളിച്ചു ചോദിച്ചു, എന്താ അമ്മ അവിടെ അനാഥരുടെ കൂട്ടത്തിൽ കണ്ടല്ലോ എന്ന്. പിറ്റേ ദിവസം വേറൊരാളെ വിട്ട് പൊക്കൊണ്ട് പോയി വേറൊരിടത്താക്കി. അയാൾ പോവുകയില്ലാത്തത്. പറഞ്ഞ ചീഫ് ജസ്റ്റിസ് നിങ്ങൾ അറിയും. അല്ല, ഉഷ, KK ഉഷ. അവർ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്, നാരായണ ഗുരു, അങ്ങനെ എന്താണ് ആ സ്ഥാപനത്തിൻ്റെ പേര്? നാരായണഗിരി എന്നോ മറ്റോ ആണ്. ഞാൻ ഉണ്ടാക്കിയൊന്നും പറഞ്ഞല്ല. ഇത്തരൊരു എണ്ണമറ്റ തെളിവുകൾ തരാം. മനുഷ്യൻ ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ സ്വസ്ഥ ജീവിതത്തിൽ കാകോളം പകരാൻ ഇഷ്ടപ്പെടാതെ ജീവിക്കുമ്പോൾ മക്കൾ ശല്യമാണെന്ന് തോന്നിയാൽ വേറൊരിടത്ത് പിടിച്ചു കൊടുക്കുക. അതിന് കാശത്രേ വേണ്ട പിടിക്കുക. ശല്യം തീർന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊന്നും അതിശയോക്തിയില്ലെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഗ്രാമത്തിൽ ചില്ലറ മാറ്റം ചിലപ്പോൾ കണ്ടേക്കാം, ചില്ലറ. പക്ഷെ ഗ്രാമം കേരളത്തിൽ ഇന്നില്ല. ഗ്രാമീണ ജീവിതവുമില്ല. പണ്ട് ഈ പട്ടിണി മുഴുവൻ കിടന്ന സ്ത്രീക്ക് പകരം ആധുനിക സ്ത്രീ. പണ്ട് പുരുഷൻ പുറത്തു പോയാൽ കൂട്ടുകാരോടൊപ്പം കഴിക്കും. ഭാര്യ വീട്ടിലിരിപ്പുണ്ടെന്നോർത്ത് എനിക്ക് വേണ്ടാന്നൊന്നും പറയില്ല. ശരിയല്ല, അവിടുന്ന് പഠിക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരമായി കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഹോട്ടലിലും കയറി പൂശും. ശരിയല്ല, അത്യാവശ്യം. ഈ 2 കഴിപ്പും കഴിഞ്ഞ് വൈകുന്നേരം വരുന്ന വഴിയിൽ ഷാപ്പുണ്ടേ കയറി കള്ളും കറി അടിക്കും. ഇത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴും ഉറങ്ങാതെ അന്തിക്ക് അത്താഴച്ചോറും ഭാര്യയും ഉറക്കളച്ചിരിപ്പുണ്ടാവും. സ്നേഹവായ്പോടെ. അതുവരെ പട്ടിണിയായിരിക്കുന്നത്. എന്നാൽ ഇയാൾ എന്നും ഇങ്ങനെയാണ് എന്നോർത്ത് കഴിക്കാറില്ല. ആ സ്ത്രീയുടെ ആരോഗ്യനിലയാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഭർത്താവ്, മക്കൾ, മക്കളുടെ മക്കളോടൊപ്പം പൂർണ്ണാരോഗ്യവതിയായി ചിരിച്ച് കളിച്ച് ജീവിച്ച, യൂട്രസ് റിമൂവ് ചെയ്യാത്ത, ഓവറി റിമൂവ് ചെയ്യാത്ത, മുട്ടിന് തേയ്മാനം വരാത്ത, നട്ടലിന് തേയ്മാനം വരാത്ത, യോജിക്കാൻ പ്രയാസം നല്ല നട്ടലുള്ള അമ്മ. നട്ടല് പ്ലാസ്റ്റിക് കൊണ്ടല്ലാത്ത അമ്മ. എന്നെല്ലാം പ്ലാസ്റ്റിക്കാണ്, അതിൻ്റെ കൂടെ ഇതും പ്ലാസ്റ്റിക്. അന്ന് സുഖമായി ജീവിച്ചിരുന്നു.
3 തലമുറയ്ക്ക് മാതൃകയായി ജീവിച്ചിരുന്നു. ഏത് വീട്ടുമുറ്റത്ത് എന്നാലും 2 തലമുറയിലെ വല്യമ്മമാരെ തോർത്തു കൊടുത്ത് കാണാം. പല്ലില്ലാത്ത ചിരി കൊണ്ട് പാലുപോലെ ചിരിക്കുന്ന, പാലുപോലെ എന്ന് പറഞ്ഞത് അവരുടെ നിഷ്കളങ്കത കൊണ്ട് പറഞ്ഞതാണ്. ഭർത്താവും മക്കളും ഒക്കെ അങ്ങെത്തിയിട്ടുണ്ടാവും അമ്മ ചെല്ലുമ്പോഴേക്ക് സ്വീകരിക്കാൻ. അപ്പോൾ അവർക്ക് ആരോഗ്യം എവിടുന്നാണ് കിട്ടിയത്? WHO എന്ത് ഉത്തരം പറയും? ഭിഷഗ്വര പ്രമാണിമാർ എന്തു പറയും? ഡയബറ്റോളജിസ്റ്റ് എന്തു പറയും? ഡയറ്റീഷ്യൻ എന്തു പറയാനുണ്ടാവും? അനുഭവമാണിതെങ്കിൽ ശാസ്ത്രമോ അനുഭവമോ ഏതാണ് ശരി? ഇത് തെറ്റാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. ശരിയല്ല. ഈ അനുഭവം ശരിയല്ല, ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്. നിങ്ങൾ ഇത്ര പ്രോട്ടീൻ കഴിക്കണം, ഇത്ര ഫാറ്റ് കഴിക്കണം, ഇത്ര കാർബോഹൈഡ്രേറ്റ് കഴിക്കണം. രാവിലെ എഴുന്നേറ്റ് ഒരു തുണ്ട് കളഞ്ഞു വാട്ടി ഉണങ്ങിയ കപ്പ തികത്തി അതുമാത്രം തിന്ന് ജീവിച്ച കാലങ്ങളിലെ മനുഷ്യൻ എവിടുന്നാണ് പ്രോട്ടീനും ഫാറ്റും കാർബോഹൈഡ്രേറ്റും ഒക്കെ കിട്ടിയത്? പല ദിവസങ്ങളിലും ഭക്ഷണം കിട്ടുന്നതൊക്കെയാണ്. അവിടേക്ക് ഈ പറഞ്ഞ ഒന്നും ചെന്നില്ല. എന്നിട്ട് എവിടുന്നാണ് കിട്ടിയത്? ചക്കപ്പഴവും മാമ്പഴവും ഒക്കെ അതിനേക്കാൾ കൂടുതലല്ലേ ഇന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്തത് കഴിക്കുന്നത്? ഏത്? അതുകൊണ്ടാണോ അതിൻ്റെ സ്റ്റാൻഡേർഡ് കുറഞ്ഞു പോകുന്നത്? അതിൻ്റെ അകത്ത് എന്തായാലും ഈ സാധനമൊക്കെ കുറയില്ലേ? സ്റ്റാൻഡേർഡ് നോക്കി കഴിച്ചിട്ട് ഈ കൊളസ്ട്രോളും പ്രഷറും പ്രമേഹവും ഒക്കെ വർദ്ധിക്കുന്നു. ഇതൊന്നുമില്ലാതെ ഇവർ ആരോഗ്യത്തോടെ വരുന്നു. ചില ദിവസങ്ങളിൽ പട്ടിണി തന്നെയാണ്, എന്നിട്ടും അൾസറും ക്യാൻസറും ഒന്നും വന്നില്ല. നല്ല പോലെ ആഹാരം കഴിച്ചു വളർന്ന ഈ തലമുറയ്ക്ക് എന്തേ ഇങ്ങനെ വന്നത്? അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 15ഓളം പ്രസവിച്ചു. ഇന്ന് 1 അല്ലെങ്കിൽ 2 പ്രസവിച്ചുള്ളൂ. ആയുർവേദത്തിലെ പ്രസവരക്ഷാമൃതവും അതും ഇതുമൊക്കെ അമ്മായിയച്ഛൻ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഹോമിയോപ്പതിയിലെ മരുന്നെല്ലാം അമ്മായിയമ്മ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അലോപ്പതി മുഴുവൻ അമ്മയും അച്ഛനും കൂടെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ അടിച്ച് കയറ്റുന്നുമുണ്ട്. എന്നിട്ടും ആരോഗ്യമില്ല. ശരിയല്ല, ശരിയല്ല. ഇതൊക്കെ പറഞ്ഞ അതിശയോക്തിയാണ്. ഇത്രയൊക്കെ കഴിച്ചു കൂട്ടിയിട്ട് ഇതെല്ലാം വരുമ്പോൾ എവിടെയാണ് ആരോഗ്യം? ഏതാണ് കായപ്രവർത്തനം? ഏതാണ് മാനസിക പ്രവർത്തനം? ശരീരത്തിന് എന്തു പങ്കുണ്ട് ആരോഗ്യത്തിൽ? ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, തിരക്ക് കൂട്ടണ്ട. അനുഭവം നിഷേധിക്കുന്നതും അറിവിനെ ഗ്രന്ഥത്തിലുണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്നതും ആചാരങ്ങളെ നിഷേധിക്കുന്നതും ഒരു ജീവിതരേഖയായി കണ്ട ആധുനികൻ്റെ ഈ അപചയം ഇത്രയെല്ലാം അധ്വാനിച്ചിട്ടും ഇത്രയ്ക്കൊക്കെ ആഹാരം കുറഞ്ഞിട്ടും അവരെ എന്തുകൊണ്ട് ബാധിച്ചില്ല? അവർ പണിയെടുത്തപ്പോൾ തൻ്റെ ശരീരം പണിയെടുക്കുകയാണെന്ന് അവർക്ക് തോന്നിയില്ലേ? ആധുനികനൊന്ന് അനങ്ങിയാൽ ഞാൻ ഒരുപാട് എടുത്തു പണിയെന്ന് തോന്നുന്നുണ്ടോ? ചോദ്യം മനസ്സിലായില്ല.
1 കിലോഗ്രാമുള്ള ഒരു സഞ്ചി ആധുനികനൊരുവൻ പിടിച്ചാൽ താൻ ഒരുപാട് ഏതാണ്ട് പണിയെടുത്തു എന്ന തോന്നൽ സ്ത്രീക്കും പുരുഷനുമൊക്കെ ആധുനികമായുണ്ട്. ശരിയല്ല. സ്വന്തം കുഞ്ഞിനെ പെറ്റ തള്ളയെടുക്കുമ്പോൾ ഇതിന് വെയിറ്റ് കൂടുതലാണ് മനുഷ്യ, ഒന്ന് പിടിക്ക്. ശരിയല്ല. താഴെ എങ്ങാനും നിൽക്കുക അസത്തെ എടുത്തു മടുത്തു, കൈ കഴച്ചു അല്ലേ? ശരിയല്ല. സ്വന്തം കുഞ്ഞിനെ എടുക്കുമ്പോൾ പോലും ഒരുതരം മടുപ്പ്. ഈ മനസ്സിൻ്റെ മടുപ്പായിരിക്കുമോ നിങ്ങളുടെ ക്ഷീണവും ആരോഗ്യവും പ്രശ്നങ്ങളും? മനസ്സ് കർമ്മവേളകളിലെല്ലാം ഇടപെടുന്നതായിരിക്കില്ലേ ഈ വൈകല്യങ്ങളുടെ കാരണം? സസ്യങ്ങളിൽ നിന്ന്, ജന്തുജാലങ്ങളിൽ നിന്ന് അവ സ്വച്ഛന്തം വർഷങ്ങളോളം ഞാനിത് ചെയ്യുന്നു എന്ന കർത്തൃത്വബോധമില്ലാതെ നിത്യനിരന്തരമായി കണ്ടിട്ടും ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഉയരാതെ കർത്തൃത്വത്തിൻ്റെയും ഭോക്തൃത്വത്തിൻ്റെയും നൂലാമാലകളിൽപ്പെട്ട് ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്ന 2 ധ്രുവങ്ങളിൽ ദുഃഖങ്ങളെ പേറുന്നതല്ലേ ആധുനികൻ്റെ ആരോഗ്യപ്രശ്നവും ആധുനികൻ്റെ ദുഃഖവും എല്ലാം? ചോദ്യം മനസ്സിലായില്ല. അല്പം ചെയ്താൽ 10 പേരെ വിളിച്ച് പറയണം. അവസാനം ഇത് അനുഭവിക്കുന്നവന് പോലും ദുഃഖാവും. പല വീടുകളിലും ചെന്നാൽ തന്നെ ഇത് രസമാണ്. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ ഭർത്താവായിരിക്കും അതിഥി ഫ്രണ്ടിലിരിക്കുമ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, ഭാര്യയും ഭർത്താവും കൂടെ. മറ്റേ മുൻകാലങ്ങളിൽ 2 പേർ കൂടെ വർത്തമാനം പറയാൻ നേരം കിട്ടില്ല, മറ്റേയാൾ ആഹാരം ഉണ്ടാക്കുകയായിരിക്കും. ഇപ്പോൾ 2 പേരും കൂടെ വർത്തമാനം പറയുന്നതിനിടയിൽ അകത്ത് വേലക്കാരി ഇതെല്ലാം ഉണ്ടാക്കി വെച്ചേച്ച് പോകും. അവളോട് പറയും ഉണ്ടാക്കി വെച്ചിട്ട് നീ പുറകിലത്തെ വാതിലൂടെ വിട്ടോണ്ടാൽ മതി എന്ന് പറയും. ചിലയിടത്ത് അതിലും കൂടിയതാണ്. അടുത്ത കാലത്ത് ഒരിടത്ത് ചെന്നു, അപ്പോൾ ഭർത്താവ് ഹെഡ് മാസ്റ്ററാണ് ഗവൺമെൻറ് സ്കൂളിൽ, ഭാര്യ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഹൈസ്കൂൾ ടീച്ചറുമാണ്. മതപ്രസംഗവും ബഹളമൊക്കെ ഉള്ള ടീച്ചറാണ്. അപ്പോൾ വർത്തമാനം പറയുന്നതിനിടയിൽ ഭർത്താവ് പറഞ്ഞു, പറമ്പിൽ പശുവിനെ കെട്ടിയിട്ടുണ്ട്, ഞാനൊന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞു ചെന്നയാളിനോട്. ചെന്നയാളൊരു സ്വല്പം സാമൂഹ്യ തലത്തിലൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹമായിട്ടിരുന്ന് ഇങ്ങനെ പല കാര്യങ്ങൾ പറയാൻ വിളിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ അതിനിടെ പറഞ്ഞു, ഞാനൊന്ന് പശുവിനെ കെട്ടിച്ചു തരാം, നിങ്ങൾ വർത്തമാനം പറ, പിള്ളേരുമുണ്ട്, ഭാര്യയുണ്ട്, അവരോട് വർത്തമാനം പറ എന്ന് പറഞ്ഞ് അയാൾ ഇറങ്ങിപ്പോയി. അങ്ങനെ പറമ്പിപ്പോയി. അതിനിടയ്ക്ക് ഈ ഇരിക്കുന്നയാൾ വില്ലനാണ്. അയക്ക് എവിടുന്നുള്ള ശബ്ദം കേൾക്കാം. അപ്പോൾ അയാൾ അടുക്കളയിൽ ഒരു ചെറിയ ശബ്ദം കേട്ടു. അതിനിടയിൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇയാൾ വീണ്ടും കറങ്ങി വന്നു, കാലുമൊക്കെ കഴുകി പശുവിനെ കെട്ടിയിട്ട് തിരിച്ചു. കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ പോകണം, അതിന് വെള്ളം കൊടുത്തില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യം ഇയാൾ ഇറങ്ങിപ്പോയച്ചു വരുന്നത് കണ്ടു. അപ്പോൾ ഇവർ രാവിലെ മുതലിരുന്ന് വർത്തമാനം പറയാം 8 മണി മുതൽ. അതിലിടയ്ക്ക് ഇയാൾ പോകുന്നതേ ഉള്ളൂ. എന്നൊക്കെ എല്ലാം റെഡി. ഉച്ചയായി ഉണ്ണാനിരുന്ന് കഴിഞ്ഞപ്പം ചോറുണ്ണുന്ന സമയത്ത് നല്ല പുളിശ്ശേരി, വെള്ളരിക്കായൊക്കെ അരിഞ്ഞിട്ട് നല്ല ഗംഭീരമായിട്ട് പച്ചമുളകൊക്കെ ഇട്ട പുളിശ്ശേരി നല്ല സ്വാദിഷ്ടമായിട്ട് ഇയാളുടെ ഭാര്യ ഈ ചെന്നയാളിന് വിളമ്പി കൊടുത്തു. കൊണ്ടുകൊണ്ടിരിക്കുക. 2-3 പേരുണ്ട് കൂട്ടുകാർ, 2-3 പേർ ഒന്നിച്ചിരുന്ന് വിളമ്പുകയാണ്, കഴിക്കുകയാണ്. അപ്പോൾ ഇവർ വിളമ്പി കൊടുക്കുന്ന കൂടെ ചോദിച്ചു, എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ തീയൽ വിളമ്പി കൊടുത്തു. തീയലെന്ന് പറഞ്ഞാൽ ആ നാട്ടുകാർക്കൊരു കറിയുണ്ട്, അത് കപ്പലണ്ടി പരിപ്പൊക്കെ ഇട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ വളരെ ഗംഭീരമായിട്ട് അത് വിളമ്പി കൊടുത്തു. അപ്പോൾ അത് ചോദിച്ചു, ഇതെങ്ങനെയുണ്ട്? കൊള്ളാൻ, കുഴപ്പമില്ല, പക്ഷേ ഇതിനൊക്കെ ഒരു പുരുഷൻ്റെ ചൊവ്വയുണ്ടല്ലോ. ചെന്നയാൾ പോക്രിയാണ്. അയാൾ മെല്ലെ പറഞ്ഞു, ഇതിനൊരു പുരുഷൻ്റെ ചൊവ്വയുണ്ട്, പുരുഷന്മാർ വെച്ച പോലെ ഇരിക്കുന്നു. അപ്പോൾ മകൻ നിൽപ്പുണ്ട്,
അവൻ പറഞ്ഞു, ഞാനൊന്നും വെച്ചില്ല എൻ്റെ പൊന്നു സ്വാമി. അപ്പോൾ ഇയാളുടനെ വേണ്ട, ഞാനല്ല വേറൊരാളാണ്, അയാൾ പറഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞ് അടുത്തയാൾ മകൻ ഉടനെ പറഞ്ഞു, ഇത് ഞാനൊന്നും വെച്ചതല്ല. അപ്പോൾ പറഞ്ഞു, എന്തായാലും കൊള്ളാം, ഇതിനൊരു ടേസ്റ്റ് ആ വഴിയിലുണ്ട്. അപ്പോൾ ആ പയ്യൻ ചോദിച്ചു, അതെങ്ങനെ ഈ ടേസ്റ്റ് അറിയുന്നതെന്ന് ചോദിച്ചു. അത് ഈ ടേസ്റ്റ് ബഡ്സിൽ പ്രത്യേകം പുരുഷനെയും സ്ത്രീയും തിരിച്ചറിയുന്ന പണിയുണ്ട്. അപ്പോൾ സ്വല്പം കഴിഞ്ഞപ്പോഴാണ് അമ്മ പതുക്കെ രംഗത്തെത്തിയിട്ട് പറയുന്നത്, ഇതൊക്കെ ഇദ്ദേഹമാണ് ഉണ്ടാക്കാറ്. ഇതിപ്പോൾ സാധാരണയാണ്. അതെ, പതിവ് അല്ല, ഇപ്പം സാധാരണയാണെന്ന്. ആണോ? അത് ശരി. ഡോക്ടർ പോകാൻ നേരത്ത് തല്ലു വാങ്ങിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ള അമ്മമാരൊക്കെ കൂടെ ട്രേഡ് സീക്രട്ടൊക്കെ പുറത്തു വിട്ടാന്. അപ്പോൾ നോക്കുന്നുണ്ട് പുറകിൽ ആളുകൾ, അതാരാ പറഞ്ഞതെന്ന്. കൈകാര്യം ചെയ്യാനാന്ന് തോന്നുന്നു. അടുത്തിരുന്ന് പറഞ്ഞു, വിളിച്ചൊന്ന് ഭീഷണിപ്പെടുത്തണം എന്ന് പറഞ്ഞോ. അപ്പോൾ കാലം ഇങ്ങനെയാണ്. എന്തേ ഈ മാറ്റം? ആരോഗ്യം ഇത്ര കുറഞ്ഞതെന്തേ? അവിടെയാണ് മനസ്സും ശരീരവും തമ്മിലുള്ള ഈ ബന്ധം. അഷ്ടാവക്രൻ ഈ മനസ്സിനെ ഉദ്ധരിക്കാൻ പറഞ്ഞപ്പോൾ അത് മാറുന്നതെങ്ങനെ, പടിപടിയായി മാറുന്നതെങ്ങനെ? പ്രാചീനരുടെ ഇടയിൽ ഇത് മാറിയാണ് നിന്നിരുന്നത്. ശരീരവ്യാപാരം സഹിക്കാത്തവനായി, ശരീരവ്യാപാരത്തിൽ അനാസക്തനായി, ശരീരവ്യാപാരത്തിൽ ആസക്തി വന്ന് ശരീരവ്യാപാരത്തെ ഞാൻ ചെയ്യുന്നു എന്ന് അഭിമാനിച്ച് ഇപ്പം ഞാൻ ചെയ്യാത്തവനായി. ജനകൻ പറയുകയാണ്, ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരവ്യാപാരത്തിലെ അഭിമാനം നിന്നു. ശരീരവ്യാപാരത്തിൽ അഭിമാനമുണ്ടെങ്കിൽ അന്യൻ്റെ കർമ്മങ്ങൾ കണ്ടു നിൽക്കുമ്പോഴും മാനസികമായ കർമ്മതപ്തത ആതുര സംസ്കാരത്തെ ജനിപ്പിക്കും. അത് മനസ്സിലായില്ല. രോഗം പണ്ടുകാലത്ത് ഞാൻ പറഞ്ഞു, ഈ പണി മുഴുവൻ എടുത്തത് സ്ത്രീയാണ്. കണ്ട അടുക്ക് പറയുകയാണ് പുരുഷൻ്റെ ജോലി. അപ്പം മനസ്സുകൊണ്ട് ആസക്തി ഇതിനോടുള്ളത് പുരുഷനാണ്. ഈ പണിയെടുക്കുന്നതിനിടയിൽ സ്ത്രീ കൊണ്ട് വിളമ്പുമ്പോൾ അത് ശരിയായില്ല, ഇത് ശരിയായി, ഇത് അങ്ങനെയായി എന്നൊക്കെ പറയുന്നത് പുരുഷൻ്റെ ജോലിയാണ്. മനസ്സിലായില്ല? അതിൽ ചിലർ മഹാവില്ലന്മാരുണ്ടാവും. ഉപ്പേരിയൊക്കെ വറുത്തുകൊണ്ടെന്ന് നല്ല ഭംഗിയായിട്ട് വെക്കുമ്പോൾ ആ മീന ചൂടിൽ 2 നന കുറഞ്ഞ പോലെ ഉണ്ടല്ലോടാ എന്ന് പറയും. മനസ്സിലായില്ല? ഏത്തക്ക ഉപ്പേരിയാണ്. അത് നാവേൽ എത്തുമ്പോഴേക്ക് ഇവൻ പറയുന്നത് മീനച്ചൂടിലെ 2 നന കുറഞ്ഞു എന്നാണ് പറയും. വേറൊരുത്തൻ പറഞ്ഞത് വളരെ കൂടിയതാണ്. വേനവാഴയാണല്ലേ, 2 വാഴയുണ്ട്, വേനവാഴ, നനവാഴ, പൊടിവാഴ എന്ന് പറയും ഇവിടെയൊക്കെ. കേട്ടിട്ടില്ല? ഇവിടെയൊക്കെ ഏത്തവാഴയ്ക്ക് പൊടിവാഴ എന്ന് പറയും. നനയ്ക്കാതെ വളർത്തിക്കൊണ്ടിരുന്നത്. അത് ഓണത്തിനൊന്നും കൊല കിട്ടുകയില്ല, ചുട മുന്നോട്ട് പോകും. ഓണത്തിനാണെങ്കിൽ നനച്ചു പിടിപ്പിച്ച് കൊണ്ടുവരണം. അപ്പോൾ അത് 2 തരത്തിലാണ്. അതിന് തൊലിയുടെ കനം കുറയും, നനച്ചു പിടിപ്പിക്കുന്നതിന് തൊലിക്ക് കനം കൂടും. അങ്ങനെ 2 വ്യത്യാസമുണ്ട്. വിത്ത് ഒന്നാണെങ്കിലും. മാത്രമല്ല, നനച്ചു പിടിപ്പിക്കുന്നതിൻ്റെ കായാണ് അരിഞ്ഞുകൊണ്ട് വച്ചിരിക്കുന്നത്. അപ്പോഴാണ് ആ കർക്കിടകത്തിൽ ചാണകവെള്ളം കോരിയില്ലെന്നാണ് പരാതി. കാരണം അതിൻ്റെ സ്വാദ് വരും കായിൽ. കർക്കിടകത്തിൽ ഈ പറമ്പിലൊരു വട്ടത്തിലൊരു കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട്
ചാണകമൊക്കെ അതിലിട്ട് അത് അടിച്ചുറപ്പിച്ചിട്ട് അതിനകത്ത് ചാണകമൊക്കെ ഇട്ട് വെള്ളം കോരിക്കൊണ്ട് ഒഴിച്ച് കലക്കി ഇതിൻ്റെ തലവഴി കോരി ഒഴിക്കും. ഇപ്പോൾ ആ പണിയില്ല. ഇപ്പോൾ അങ്ങനെ ഒഴിക്കരുതെന്ന ഈ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. വാഴയുടെ വിത്തിന് കരിക്കനും വരും, കേടും വരുമെന്നാണ്, നാക്കടച്ചു പോകുമെന്നാണ്. മണി അല്ല, അത് യൂറിയല്ലേ കൊടുക്കുന്നത്. അത് യൂറിയയും പൊട്ടാഷും ഒക്കെ അത് ചുണ്ടൊടിക്കുമ്പോൾ വെച്ച് കെട്ടുക, ആ നമ്പരൊക്കെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെയുള്ളതൊന്നും ചെയ്യരുതെന്നാണ്. ചാണകമൊന്നും വാഴയെടുക്ക തൊടിക്കരുതെന്നാണ്. വർഷങ്ങളോളം ഇതൊക്കെ ചെയ്തു പോകുന്ന കൃഷിക്കാർ അതൊക്കെ വിട്ടു. മനുഷ്യനും വേറൊന്നും ആവശ്യമില്ല, ഇതങ്ങ് ചെന്നാൽ മതി. അവൻ്റെ സിസ്റ്റം മുഴുവൻ താറുമാറാവും. അതുകൊണ്ട് വീടുകളിലൊക്കെ കൃഷിക്കാരിപ്പോൾ ഒരു കാര്യമുണ്ട്, അവനുള്ള വാഴ 10 എണ്ണം വേറെയും പുറത്തേക്കുള്ളവർക്ക് 100 എണ്ണം വേറെയാ. അപ്പം മേടിക്കാൻ ചെല്ലുമ്പം നിങ്ങൾക്കുള്ളതിൽ നിന്ന് 2 കൊല അത് തന്നാൽ മുതലാവില്ല, അതിൻ്റെ കാശ് പറഞ്ഞു കൂടുതൽ തന്നേക്കാം. അപ്പോൾ കാലം വളരെ മാറിയിരിക്കുന്നു, വിചിത്രമായിരിക്കുന്നു. അപ്പോൾ ഈ അടുക്ക് പറയുന്ന പുരുഷന് അതിൽ മമതയുണ്ട്, ആസക്തി. മനസ്സിലായില്ല? ഇന്ന് വേലക്കാർ പണിയെടുക്കുമ്പോൾ ആ പണിയിൽ ആസക്തി കണ്ടു നിൽക്കുന്ന സ്ത്രീക്ക് കൂടുതലുണ്ട്. അതാണ് രോഗം. ആസക്തിയാണ് രോഗം. ശരീരവ്യാപാരങ്ങളിലുള്ള ആസക്തി എനിക്ക് നഷ്ടമാവുകയാൽ ഞാൻ അനാസക്തനായിരിക്കുന്നു. ഇത് കേട്ടിട്ട് നമ്പർ 1. നമ്പർ 2, തതഃ പിന്നീട് വാഗ്വിസ്തരാസഹ, വ്യവഹാരത്തിൽ നിന്ന് ഞാൻ ഉദാസീനനായിരിക്കുന്നു. വേണ്ടാത്തതിലൊക്കെ മമത പൂണ്ട് ചാടിക്കേറി ഞാൻ അഭിപ്രായം പറഞ്ഞിരുന്നു. ഇപ്പോൾ വേണ്ടത് മാത്രമേ നാവിൽ വരുള്ളൂ. സ്ത്രീകളൊക്കെ വർത്തമാനം പറയും, പഴയ കാലത്ത് അവർക്ക് ആരോഗ്യം ഉണ്ടായതിൻ്റെ ഒരു കാരണം അതാണ്. ഒരു വേണ്ടാത്തതൊന്നും പറയാൻ പോവില്ല. വാക്ക് വളരെ മിതമായി സാരവത്തായി മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. എങ്ങനെ എപ്പോൾ ഏത് വാക്കുപയോഗിക്കണമെന്നറിയണമെങ്കിൽ ഒരു 50 കൊല്ലത്തിന് മുമ്പുള്ള വീട്ടിലെ അമ്മൂമ്മമാരെ മാത്രം പരിചയപ്പെട്ടാൽ മതി. അവരുടെ ജീവിതത്തിൻ്റെ മര്യാദ പാലിക്കുന്ന ഒരുവന് പോലും ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരാരോഗ്യ പ്രശ്നവും ഒരു ജീവിത പ്രശ്നവും ഒരു സങ്കീർണതയും ഒരു നാളും ഒരു കാരണത്താലും ഉണ്ടാവില്ല. വിഷമമുണ്ട് വിശ്വസിക്കാനല്ലേ? നിങ്ങൾ കേട്ടോ കേട്ടില്ലയോ എന്നുള്ളതല്ല. അതുകൊണ്ട് അവർക്ക് നുണ പറയാനും ഏഷണി പറയാനും കുശുമ്പിനും ഒന്നും നേരെ ഇല്ല. അതുകൊണ്ട് അവരുടെ ജീവിതത്തിന് ധന്യതയുണ്ടായി, ആരോഗ്യമുണ്ടായി. അവരൊന്നിനും മല്ലിനും പോയില്ല. വിചിത്രമായ കാര്യം, ഏതെങ്കിലും കാരണവശാൽ കുട്ടികളുടെ കയ്യിൽ നിന്നൊരു തെറ്റോ സ്വന്തം ഭർത്താവിൻ്റെയോ അച്ഛൻ്റെയോ കയ്യിൽ നിന്നൊരു തെറ്റോ വന്നാൽ പോലും അത് പരമാവധി പറ്റിപ്പോയി, ഇനി അതെല്ലാം കൂടി അന്യനെ അറിയിച്ച് നാറ്റിക്കരുത് എന്ന സൗമ്യമായ വിചാരവും അവർക്കുണ്ടായിരുന്നു. അതിന് ബഹളം വെക്കുകയോ അടിയുണ്ടാക്കുകയൊന്നും അവർ ചെയ്തില്ല. അവരേറ്റവും സൗമ്യമായി ചെയ്ത കാര്യം അതാണ്. കാടിയായാലും മൂടി കുടിച്ചാൽ മതി എന്ന് പറയും. എത്ര ഉന്നതമായൊരു മാനസിക നില വേണം അതിന്. ഇപ്പം എല്ലാം സമത്വം തെറ്റില്ല, പക്ഷേ
പുരുഷനായാലും സ്ത്രീ ആയാലും ഈ മാനസിക നിലയിൽ മാത്രമേ ആരോഗ്യവും ശാന്തിയും ഒക്കെ ഉണ്ടാവും. സമത്വമൊക്കെ നല്ലതാണ്, പുരുഷനും കൂടെ നന്നാവുമെന്ന് വിചാരിക്കാം. ഇത് രണ്ടുപേരൂടെ നശിക്കുന്നത് ഏതായാലും മോശമാണ്. അത് വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. ഇവനും കൂടെ നന്നായിക്കോട്ടെ. പക്ഷേ ഇവൻ്റെ കൂടെ കൂടിയുള്ള തമ്മാടിത്തരമൊക്കെ വൈകുന്നേരം വെള്ളം അടിക്കാനും ക്ലബിൽ പോകാനും ഇവൻ കാണിക്കുന്ന തോന്നിയവാസമൊക്കെ കാണിക്കാനും പിള്ളേരെ നോക്കാതിരിക്കാനും ഹോട്ടലിൽ നിന്നൊക്കെ തിന്നിട്ട് വരാനും ഒക്കെയായിട്ട് ഇറങ്ങി തിരിച്ചാൽ ഇവൻ അനുഭവിച്ച കുരുത്തക്കേടിൻ്റെയൊക്കെ അനുഭവം കിട്ടി നേരത്തെ അങ്ങ് ഒന്നിച്ച് പിരിയാം. മനസ്സിലായില്ല? തിരിച്ച് അവനും കൂടെ മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഉയരുകയാണെങ്കിൽ അത് ഉയർച്ചയും സംസ്കാരവും നന്മയുമാണ്. പക്ഷെ കണ്ടുവരുന്നത് പുരുഷൻ കുറച്ച് മെച്ചപ്പെടുന്നു എന്നാണ്. കണ്ടുവരുന്നത് പുരുഷൻ കുറച്ച് മെച്ചപ്പെടുന്നു എന്നാണ്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. അല്ല കാരണം പണ്ടൊക്കെ ഞാൻ പറഞ്ഞ അമ്മയുടെ കാലത്ത് പുരുഷനൊരു മുണ്ടുമൊക്കെ മാടിക്കെട്ടി അയൽവക്കത്ത് എന്ന് നിന്ന് അതിർത്തിയിൽ ഇവിടുത്തെ ആഞ്ഞിലി അപ്പുറത്തേക്ക് അവൻ വകഞ്ഞെടുത്തു എന്നൊക്കെ പറഞ്ഞ് അടിയുണ്ടാക്കും. നല്ല പുളിച്ച തെറി പറയും. ഇതിങ്ങനെ മൂത്ത് വരുമ്പോഴേക്ക് ഇവിടെ നിന്നൊരു സ്ത്രീ ഇറങ്ങിച്ചെന്ന് പറയും, ഇങ്ങ് വാ മനുഷ്യ. നാട്ടുകാർ കേൾക്കുന്നു, അവിടെ ഇവിടെയൊക്കെ ആളുകൾ ഇറങ്ങി തുടങ്ങി, ഇങ്ങ് വാ, പിള്ളേർക്ക് ഇവിടെ ജീവിക്കണം, ഒരാഞ്ഞിലി പോയാൽ പോട്ടെ, നമുക്ക് ഉണ്ടാക്കാവുന്ന, ഇങ്ങ് വാ മനുഷ്യ എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചു കൊണ്ടുവരും. ശരിയല്ലേ? ഇങ്ങ് പിടിച്ച് വലിച്ചു കൊണ്ടുവരും. എന്നിട്ട് പറയും, നിങ്ങൾ ഇവിടെ എങ്ങും ജീവിക്കാൻ മേലാതാക്കരുത്, കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ജീവിക്കേണ്ട, നിങ്ങളൊന്നും ഉണ്ടാകുമൊന്നുമില്ല, ഇതെല്ലാം നിർത്തണം എന്നൊക്കെ പറഞ്ഞ് വളരെ ഭംഗിയായിട്ട് പറയും സ്ത്രീ. അതിനിടയിലായിരിക്കും എവിടെയെങ്കിലും പോകാൻ ഒരു ടാക്സിക്കാരനെ വിളിച്ചുകൊണ്ടിരുന്നത്. അവൻ പോയി 10 കിലോമീറ്ററിന് ഇല്ലാത്തൊരു കാശോ വല്ലതും ചോദിച്ചു കാണും. ഉടനെ അവൻ്റെ കുത്തിന് കയറി പിടിക്കും. വീട് മനുഷ്യ, പൊട്ട മനുഷ്യ എന്ന് പറഞ്ഞാൽ അവിടെയും പിന്തിരിപ്പിക്കും. കുറച്ച് കഴിഞ്ഞാണ് മാർക്കിന് പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വന്നിരിക്കുന്നത്. അവിടെ 2 ചുമന്നവരെയാണ്. ഉടനെ ഇവനെ തൂക്കിയെടുത്ത് 2 അടി കൊടുക്കും. ഉടനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് തൻ്റെ ദേഹത്ത് വാങ്ങിച്ച് ഇവിടെ അവൻ പഠിച്ചോളും, നിങ്ങളിങ്ങനെ തുടങ്ങിയാൽ ആകെ മടുത്തു എന്നൊക്കെ പറഞ്ഞ് ഒരു തരത്തിൽ. അപ്പോൾ പറയും, അവന് വെള്ളം കൊടുത്തേക്കരുത് ഇവിടെ നിന്ന് പറയും. പിന്നെ പുറകെ കൊണ്ടുവച്ചാൽ അവന് വെള്ളം കൊടുക്കുന്നത്. ഇയാൾ കണ്ടു കഴിഞ്ഞാൽ ഇടി കൊടുക്കും. അങ്ങനെയാണ് മക്കൾക്ക് ആഹാരം കൊടുത്തിട്ടുള്ളത്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ മിക്കവാറും പിള്ളേർക്ക്, പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ശരി, അച്ഛൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഇണ്ടിണ്ടം പട്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ ആവും. ശരിയല്ല? ഇയാളിങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതുവരെ കളിച്ചുകൊണ്ട് നിന്നവൻ അപ്പം തന്നെ കൈയും കാലും ഒക്കെ കഴുകി നാമം ജപിക്കുകയോ വേദപാഠം ചൊല്ലുകയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം അവൻ റെഡിയാണ്, അറ്റൻഷനിലാണ്. പിന്നെ ഇയാളൊന്ന് പോകുന്നവരെ ഇവന് ശ്വാസം നേരെ പോവില്ല. ശരിയല്ല? കാലം അതായിരുന്നു. അപ്പോൾ ഇതെല്ലാം അമ്മയാണ് തടുത്തിരുന്നത്. ഇയാളുടെ തോളിലാണ് ഈ പേഴ്സൊക്കെ ഈയുടെ കയ്യിലാണ്. പേഴ്സൊക്കെ ആയിട്ട് പുള്ളി മുമ്പിലായിരിക്കും. തേച്ച് വടി പോലുള്ള ഷർട്ടും ഡൈ ചെയ്ത തലമുടി, നല്ലപോലെ പൗഡർ ഇട്ട മുഖവും ഒക്കെ ആയിട്ട് ഇത് ഇവള് തന്നെ തേച്ച് കൊടുക്കുന്നത്. ഇതൊക്കെ ഇടിച്ച് ഇവനെ മുമ്പിൽ ഇവൻ നടക്കും. ഒരു 1/2 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസിലേ നടക്കുകയുള്ളൂ. ബാഗുമൊക്കെ എടുത്ത് കൊച്ചിനെയൊക്കെ തൂക്കി ഇയാളുടെ ഒപ്പം എത്താൻ വേണ്ടി പരിഭ്രമിച്ച് അതിനിടയ്ക്ക് കുഞ്ഞിന് മുലയൊക്കെ കൊടുത്ത് വളരെ കഷ്ടപ്പെട്ട് ഇയാളുടെ ഒപ്പത്തിനെത്തുകയാണ് സ്ത്രീയുടെ ജോലി. അത് തലമുടി ചീകിയിട്ടും ഉണ്ടാവില്ല. ഇയാൾ ചെയ്തിരിക്കുന്ന പോലെ ബഹളമൊന്നും കാണിച്ചിട്ടും ഉണ്ടാവില്ല. ചെന്നു അങ്ങനെ പോയി. പക്ഷേ കാണുമ്പോൾ ആളുകൾ ചോദിക്കും അറിയാതെ. രണ്ടുപേരും തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസമേ കാണുള്ളൂ. എന്നാലും ചോദിക്കും അച്ഛനും മകളും ആയില്ലെന്ന്. അതോടുകൂടി ഇയാൾക്ക് ദേഷ്യം കൂടും. ഞാൻ കളിയായിട്ട് പറഞ്ഞതല്ല. അങ്ങനെ 2 വയസ്സിൻ്റെ വ്യത്യാസമുള്ളെങ്കിലും ഇയാൾ ഈ കോപവും ക്രൂരതയും അടിയും ബഹളവും ഒക്കെ കാരണം ഇയാൾക്ക് വേഗം വയസ്സങ്ങ് കൂടും, ചെറുപ്പം പോവും. ഇങ്ങനെയാണ് മിക്കവാറും ഒക്കെ സംഭവിക്കുക. അങ്ങനെയാണ് യാത്ര ചെയ്തിരുന്നത്. ഇപ്പോൾ പറഞ്ഞില്ലേ, അയാൾ മാറിയപ്പോൾ ഗതികേട് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ അയൽവക്കക്കാരോട് അടി നടത്താൻ മുണ്ടും ആടിക്കെട്ടി പോകുന്നത് സ്ത്രീയാണ്. ഇപ്പം ഇയാൾ ചെന്ന് പതുക്കെ വിളിക്കുക, ഇങ്ങ് വാടി, നീങ്ങി വാ, ക്ഷമിക്ക്, നാണക്കേടായത്
എന്ന് പറഞ്ഞ് ഇയാൾ കാല് പിടിച്ചു കൊണ്ടുവരികയാണ്. വണ്ടിയെ കയറിയാൽ പേഴ്സ് ഇവളുടെ കയ്യിലാണ്, ടിക്കറ്റൊക്കെ ഇവളാണ് എടുക്കുന്നത്, കണ്ടക്ടറുമായിട്ട് ചൂടാകുന്നത് ഇവളാണ്, അടി നടത്തുന്നത് ഇവളാണ്. നാണക്കേട് കാരണം ഇയാൾ പുറകിലെവിടെയെങ്കിലും ഇരിക്കുകയുള്ളൂ, പരസ്യമായിട്ട് രംഗത്തേ വരില്ല. തീരെ നിവൃത്തിയില്ലെങ്കിലാണ് ഇങ്ങ് വാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നത്. വിളിച്ചുകൊണ്ട് പോന്നു കഴിഞ്ഞാൽ ഇവിടെ ചെല്ലുമ്പോൾ 2 അയക്കം കിട്ടും. അത് കാരണം വളരെ വിഷമസ്ഥിതിയിലാണ്. പിള്ളേരെ മാർക്ക് കുറഞ്ഞതിന് തല്ലുന്നതും ഇറക്കി നിർത്തുന്നതും കഞ്ഞി കൊടുക്കാത്തതും ഇന്ന് അമ്മയാണ്. പിള്ളേരെ സമാധാനിപ്പിക്കുന്നതെന്ന് അച്ഛനാണ്. ചിലപ്പോൾ പറ്റുന്ന എവിടെയാണെന്ന് വെച്ചാൽ പണ്ട് അച്ഛൻ്റെ തല്ലുകൊണ്ട കുഞ്ഞിൻ്റെ കാല് തലോടി അമ്മ കരയും. ഇന്ന് അമ്മ കൊടുത്ത അടിയുടെ പാടിൽ രക്തമൊക്കെ പനച്ച് കിടക്കുമ്പോൾ അവിടെ തലോടി അച്ഛനും മോനും കൂടെ മോളിലിരുന്ന് കരയും. ശരിയല്ല? ശരിയാണെന്ന് ശരിയാണെന്ന് വളരെ ശരിയാണെന്ന്. അറിഞ്ഞാലും കിട്ടും. ഇന്ന് വൈകുന്നേരത്തെ അത്താഴം ഉറപ്പായി. അച്ഛനുള്ളതാണോ മകനുള്ളതാണോ എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഇത് ഭംഗിയായിട്ടാണ് ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് മിക്കവാറും ഒക്കെ പ്രോഗ്രസ്സുകാരോടൊക്കെ ഒപ്പിടുന്നത് അമ്മയാണ്. മാർക്ക് കുറഞ്ഞാൽ ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കുമെന്ന് പറഞ്ഞാൽ അതല്ല, ശരിയല്ല. ടീച്ചർമാരുടെ അല്ല, കൂട്ടുകാരികളുടെ, കമ്പനിയിലുള്ള ആളുകളുടെ, അവരുടെ മക്കൾക്ക് ഇതിൽ കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യം ചോദിക്കുന്ന ചോദ്യം അതാ, അവളുടെ മകൻ്റെ മാർക്ക് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അത് കഴിഞ്ഞാൽ അവൻ്റെ പേപ്പർ മേടിക്കുന്നത്. അത് ഇതിനേക്കാൾ കൂടിയാൽ പോയി, ശരിയല്ല. അപ്പോൾ ഈ മാറ്റം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പൂർണ്ണമാക്കിയേക്കാന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ ഈ സൈഡ് തൊടണ്ടാന്ന് ഞാൻ വിചാരിച്ചതാണ്. ഇതിൽ ഞാൻ കുറച്ച് സാമൂഹ്യശാസ്ത്രപരമായൊരു ചെറിയ പഠനം നടത്തി, അതിൻ്റെ തീസിസ് എന്നോടൊപ്പം ഉണ്ട്. ശക്തമായി കേരളത്തിലെ സ്ത്രീ പുരുഷന്മാരുടെ ജീവിത മാതൃകകളെക്കുറിച്ച് വളരെ ശക്തമായ, അതിൻ്റെ അവലംബം ആധികാരിക രേഖകളോടുകൂടിയ. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഇതുളവാക്കുന്ന മാനസിക പ്രശ്നങ്ങൾ, ഇതുളവാക്കുന്ന ശാരീരിക പ്രശ്നങ്ങൾ, ഇതുളവാക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾ, ഇതുളവാക്കുന്ന കൗടുംബിക പ്രശ്നങ്ങൾ, ഇതൊന്നും മാധ്യമങ്ങൾക്കറിയില്ല. അവരിതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്, ഈ തമ്മിലടിയെ. അതിന് പറ്റിയ കുറേ മാസികകളും മത്സരിച്ച് രംഗത്തുണ്ട്. വനിതയും ഗൃഹലക്ഷ്മിയും ഡബണയറും ഈവ്സ് വീക്കിലിയും മഹിളാരത്നവും എല്ലാം. അതെല്ലാം, അതൊക്കെ പിന്നെ ഇതിൻ്റെ പിന്നണിയിലാണ്. മുമ്പിലുള്ളത് ഇവയൊക്കെയാണ്, ഈ പേരിലുള്ളവയാണ്. ഈ ആഴ്ചത്തത് നേരത്തെ പുരുഷൻ മേടിച്ച് വായിച്ചിട്ടാണ് സ്ത്രീയെ നേരിടാൻ സൗമ്യമായി തയ്യാറായി പുരുഷൻ നിൽക്കുന്നത് തന്നെ. അത് ട്രെയിനെ നോക്കിയാൽ മതി. കാരണം ഇതിറങ്ങുമ്പോഴേ വീട്ടിലുള്ള പുരുഷൻ ആദ്യം മേടിച്ച് വായിക്കും. കാരണം ഇതിലേത് പറഞ്ഞാണ് ഇന്ന് അടി കിട്ടുന്നത് എന്ന് നേരത്തെ അറിയാൻ. പോണ്ട, ഈ ഇത് മേടിച്ചിട്ട് ഇതിൻ്റെ നടുക്കുള്ള കുറേ മഹിളകൾ എഴുതിയ ലേഖനങ്ങൾ നേരത്തെ വായിച്ചു നോക്കി അവൻ നേരത്തെ തയ്യാറെടുക്കും. ഇന്ന് എത്ര കിട്ടും, അതെങ്ങനെയാണ് കൊള്ളേണ്ടത് എന്ന് തയ്യാറെടുത്തിട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട് കേരളത്തിൽ. ഇതൊന്നും നുണ പറഞ്ഞല്ല. കാരണം അത്തരം ലേഖനങ്ങളാണ് ഇതിലുള്ളത്. അത് വായിച്ചു കഴിയുമ്പോൾ ഏതൊരാളും ആ അവസ്ഥയിലേക്ക് വരും മാനസികമായി. ഇങ്ങനെയുള്ള ശാരീരിക മാനസിക തലങ്ങളിൽ വരുമ്പോൾ വാക്ക്, ആദ്യം ശരീരം പറഞ്ഞു, 2 വാക്ക്. എങ്ങനെ വാക്കുപയോഗിക്കണം? വാക്ക് അഗ്നിയാണ്. വാക്ക് ആദ്യം കേൾക്കുന്നത് ഞാനാണ്. പറയുന്നവൻ്റെ ഉള്ളിൽ അവൻ പറയുന്ന വാക്കിൻ്റെ അവൻ ഉദ്ദേശിച്ച അർത്ഥത്തിലുള്ള ചലനങ്ങളുണ്ട്. കേൾക്കുന്നയാളിൽ അയാളുടെ വാക്കിൻ്റെ ചലനങ്ങൾ അയാൾ ഉദ്ദേശിച്ചതുപോലെ അല്ലാതാകാം. മനസ്സിലായില്ല? അത്
ഞാൻ വേറൊരാൾ എന്നെ വിളിച്ചിട്ടൊരു തെറി വിളിച്ചാൽ ഞാനത് സ്നേഹത്തിൻ്റെ ലക്ഷണമായി എടുത്താൽ അവൻ്റെ പണി പൂട്ടി. അവനിലത് തെറിയായും രേഖപ്പെടുത്തി, എന്നിലത് സ്നേഹമായും രേഖപ്പെടുത്തി. എൻ്റെ ആയുസ് കൂടി, അവൻ്റെ ആയുസ് പോയി. ഇത് മനസ്സിലായില്ല? ലോകത്ത് എപ്പോഴും ഇങ്ങനെയാണ്. അപ്പോൾ വാക്കുപയോഗിക്കുന്നവൻ്റെ അന്തരംഗത്തിൽ വാക്ക് കടന്നു ചെന്ന് അവൻ്റെ പരയിൽ, പശ്യന്തിയിൽ, മധ്യമയിൽ, വൈഖരിയിലെല്ലാം അത് ആന്തോളനം കഴിഞ്ഞാണ് നാവിൽ നിന്ന് വൈഖരിയായി പുറത്തേക്ക് പുറപ്പെടുന്നത്. അതെ, അവൻ കേട്ടത് ഇല്ലാതാവില്ല. അവൻ ഉദ്ദേശിച്ച നിശബ്ദത എന്തോ അതിലാണത് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് വാക്ക് സൂക്ഷ്മമാണ്. കായവ്യാപാരങ്ങളെക്കാൾ, ശരീരവ്യാപാരങ്ങളെക്കാൾ വാചിക വ്യാപാരങ്ങളെ സൂക്ഷിക്കണം. പൈശുനം, അത് കേൾക്കുന്നയാൾ നല്ല രീതിയിൽ എടുക്കുകയാണെങ്കിൽ പറഞ്ഞയാൾ എങ്ങനെ പൈശുനം പറഞ്ഞോ അതുപോലെ മസ്തിഷ്കത്തിലുണ്ടാവും അയാളുടെ, മറ്റേയാൾക്കില്ല. പരുഷമായ ഒരു സംഭാഷണം രമ്യമാവണം, സുഖാവഹമാവണം, പ്രസന്ന മധുരമാവണം. ഇങ്ങനെയൊക്കെ വേണം. പ്രസന്ന മധുരമായി സംഭാഷണം ചെയ്യാൻ നല്ല അനുഗ്രഹം വേണം. അതാണ് ചിലരുടെ സ്വഭാവം. ചിലരുടെ എടുക്ക ചെന്നിരുന്നാൽ പറയും, പഴയ ആളുകൾ പറയും, അവിടെ ചെന്നാൽ രക്ഷപ്പെടുകയില്ല. ആ പെണ്ണുമ്പുള്ള ഒലക്ക കൊണ്ട് കോണ കുടിപ്പിച്ച് വിടുമെന്ന് പറയും. അവിടെ പിന്നെ ഒന്നും പോവില്ല, ഒരു പണി നടക്കുകയില്ല. പഴയൊരു ചൊല്ലതാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. കേട്ടിട്ടുണ്ടാവും. കാരണം എൻ്റെ പ്രായത്തിന് അടുത്ത് പ്രായമുള്ളവരെ ഞാൻ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ വായിക്കാൻ വഴിയില്ല. ഇതൊക്കെ നിങ്ങളുടെ സാഹിത്യത്തിലില്ല. നാട്ടുഭാഷയിൽ, ഇന്നത്തെ നാട്ടുഭാഷയിൽ ആരും ഉപയോഗിക്കില്ല. ഇന്ന് ചെത്തും സ്റ്റൈലും ഒക്കെ വന്ന കാലമാണ്. മറ്റത് പഴയ പ്രയോഗങ്ങളാണ്. പഴയ പഴയ ആളുകൾക്കറിയാം. ഒരു 60-ൽ കൂടുതലെങ്കിലും, ഒരു 55-60 മുകളിലെങ്കിലും പ്രായം വേണം. ഒരു 75-76 ഉണ്ടെങ്കിൽ നമ്മളേതാണ്ട് സമപ്രായക്കാരാണ്, ഒരുപോലെ നീങ്ങും. അത് നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഉദാഹരണങ്ങളിൽ നിന്ന് വ്യക്തമായി ബോധ്യമാവും, അനുഭവ പ്രമാണത്തിൽ. അപ്പം ആ കാലത്തിലൂടെ ജീവിക്കാൻ പറ്റണം. അപ്പം അങ്ങനെയുള്ള കാലത്തിൽ നല്ല മധുരമായി മൊഴിയുന്ന ആളുകളുണ്ട്. അധരം മധുരമായവർ. കൃഷ്ണനെയൊക്കെ എങ്ങനെയാണ് വിളിക്കുക? മധുരാധിപതേരഖിലം മധുരം. വാക്കിൻ്റെ വിശുദ്ധി, കന്യകാത്വം തുളുമ്പുന്ന വാക്കുകളിലൂടെ സംഭാഷണം ചെയ്യുന്നവർ. അത് നെയ്തെടുത്താൽ ഒന്നും വേറെ സമ്പാദിക്കണ്ട. വാഗീശ്വരി പൂർണ്ണമായി അനുഗ്രഹിച്ചാൽ സമ്പാദ്യം വേറെ വേണ്ട. അതുകൊണ്ട് പഴയ കവികളുമൊക്കെ പ്രാർത്ഥിക്കുക, എഴുത്തച്ഛൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. വാണി മാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയെ മുതാ നാവിന്മേൽ നടനം ചെയ്യുക ഏണാങ്കാനനെ യഥാ കാനനെ ദിഗംബരൻ. ഒരു നല്ല വാക്ക് കേൾക്കാനാണ് ആളുകളൊക്കെ ഇഷ്ടപ്പെടുന്നത്. ചിലർ പരാതി പറയും, ഇവിടെ ഉണ്ടായിരുന്ന സ്വത്തൊക്കെയാണ് അവിടെ പോയിരുന്ന് അവർക്ക് എഴുതി കൊടുത്ത് ഇപ്പോൾ വേണ്ട ഇരിക്കുന്നു. കാരണം നല്ല വാക്ക് കേൾക്കാത്തതുകൊണ്ട് പോയതാ. അവിടെ പോയിരുന്നപ്പോൾ നല്ല വാക്ക് കേട്ടു, എഴുതി കൊടുക്കും. നല്ല വാക്ക് കേട്ട് കഴിഞ്ഞാൽ ആരാ വീഴില്ലാതെ?
വാക്കിൽ വീഴില്ലാത്ത മനുഷ്യരില്ല. മധുരമായ വാക്ക്, തേനോലും മൊഴി. വേറെയുണ്ട് വാക്ക്, തോലം പറഞ്ഞിട്ടുണ്ട്. അന്നൊത്ത പോക്കി കുയിലൊത്ത പാട്ടി തിലപുഷ്പമൂക്കി ദരിദ്രയില്ലത്തെ വാകുപോലെ നീണ്ടിട്ടിരിക്കും നയനദ്വയത്തി എന്ന് പറയും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. ദരിദ്രയില്ലത്തെ വാകു എന്ന് പറഞ്ഞാൽ വറ്റില്ലാത്ത കഞ്ഞി പോലെ നീണ്ട കണ്ണുള്ളവൾ. യവാകു കഞ്ഞി, ദരിദ്രയില്ലത്തെ കഞ്ഞി കുടിച്ചിട്ടില്ലല്ലോ. അത് ഈ പറമ്പിൽ പണിയുന്നവനെയൊക്കെ വിളിക്കും. അപ്പോൾ അവൻ രസകരമായിട്ട് പറയും കൂടെ നിൽക്കുന്നവനോട്, എടാ ഈ മുണ്ടൊന്ന് പിടിക്കണേന്ന്. വറ്റുമല്ലോ കിട്ടുമോയെന്നറിയാൻ. അതാണ് ദരിദ്രയില്ലത്തെ വാകു പണ്ട്. അപ്പോൾ ഇതെല്ലാം വാക്ക് എന്ന് പറയുന്ന ഒരു ദേവതയുടെ. അപ്പോൾ വാക്ക് അറിഞ്ഞ് വാഗ്വ്യവഹാരത്തിൽ നിന്ന് ഏതവസ്ഥയിലും വാക്കാണ് എല്ലാം. വാചസ്പതി അത് ഭദ്രമായിരിക്കണം, സ്വസ്തി അരുളണം. അതുകൊണ്ട് മനോഹരമായി മൊഴിയണം. ചിലർക്കതിന് കഴിയും. അവരുടെ അടുക്ക പോയിരുന്നു കഴിഞ്ഞാൽ ഉള്ളതൊക്കെ കൊടുത്തേച്ച് പോകാൻ തോന്നും. പക്ഷെ അവർക്കൊന്നും വേണ്ടുകയില്ല, ഒന്നും വേണ്ടുകയില്ല. കാരണം എല്ലാവർക്കും ഉണ്ട്. അവരവരുടെ കയ്യിൽ നിന്നാൽ മതി. അവരെല്ലാവരുടെയും കയ്യിൽ സമ്പാദിച്ചിരിക്കുകയാണ്. എതിലേക്ക് ഇറങ്ങിയാലും കിട്ടുന്നവരാണ് വാക്പതികൾ. അപ്പം അതുകൊണ്ട് വാക്ക് അതുപോലെ ഇരിക്കണം. അതുകൊണ്ട് എൻ്റെ വാഗ്വ്യവഹാരത്തിൽ ഞാനിന്ന് ഉദാസീനനായിരിക്കുന്നു. പൈശുനം, പരുഷം, അനൃതം, സംഭിന്നാലാപം. ഇത് നാലും വാചികമാണ്, പാപങ്ങളാണ്, വാക്പാപങ്ങളാണ്. കുശുമ്പ്, പരുഷമായ ഭാഷണം. അതാണ് ചിലർ നല്ലൊരു ആഹാരമൊക്കെ ഉണ്ടാക്കും, നല്ല സ്വാദിഷ്ടമായിട്ടുണ്ടാക്കും. പക്ഷെ വിളമ്പി കൊടുക്കുമ്പോൾ ഒരു കുത്തുവാക്ക് പറയും, അവിടെ പോയി. ഒരുപാടൊന്നും കുഴപ്പമുണ്ടാക്കില്ല, ഒറ്റ കുത്തുവാക്കേ പറയുള്ളൂ. അതോടുകൂടി ആ കഴിക്കാനുള്ള മധുരമായി പറയുന്നവർ വിളമ്പിക്കൊടുത്താൽ കഴിക്കുന്നവൻ്റെ ആരോഗ്യം കൂടും. അതാ സംഭാഷണത്തിലായിരിക്കുന്നത്. ചില അമ്മമാർക്ക് വെച്ച് കേട്ടാണ് ഇതും കൊടുക്കുന്ന കൂടെ ഒരടിയും കൂടെ കൊടുക്കും. അത് നാക്കുകൊണ്ടാണ് കൊടുക്കുന്നത്. പക്ഷെ അതൊരു 10 ജന്മം കഴിഞ്ഞാലും പോവില്ല. അതങ്ങനെ പറയും. പണ്ടതുകൊണ്ട് പഠിപ്പിക്കും പിള്ളേരെ. പണ്ട് സ്കൂളിലൊക്കെ ഇത് പഠിപ്പിക്കുന്ന ഒരു സമയമുണ്ട്. കാട്ടുതീ വെന്താൽ വനം പിന്നെയും കിളിർത്തിടും, കേട്ടുകൂടാത്ത വാക്കാം ആയുധം പ്രയോഗിച്ചാൽ കർണങ്ങൾക്കകമ്പുക്കു പുണ്ണായാൽ അതു പിന്നെ ശമിക്കയില്ല ഒട്ടുനാൾ ചെന്നാൽ പോലും. ഇങ്ങനെയൊക്കെ പണ്ട് പഠിപ്പിക്കും. ഇപ്പം ഇത്തരം പാഠങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. മര്യാദയ്ക്ക് ജീവിക്കാനുള്ളതൊന്നും ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു. മര്യാദകേടായിട്ട് ജീവിക്കേണ്ടതൊക്കെ ഇനി തികയാത്തോണ്ട് ബാക്കിയും വരാൻ പോവുകയാണ്. കൊട്ടയ്ക്കകത്തിരിക്കുന്നവനൊക്കെ ഇറങ്ങിയവനേക്കാൾ വിഷമുള്ളതാണ്. അതിനാണ് വിദ്യാഭ്യാസ വകുപ്പെന്ന് തന്നെ പറയുന്നത്. ഇതുവരെ ഇറക്കിവിട്ട വിഷം ഒന്നും പോരാ. ഇനി പിള്ളേർക്ക് കുറേ കൂടെ വിഷം ഉണ്ടാകണം എന്നുള്ളതുകൊണ്ട് കൂടയിൽ കളിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നതെല്ലാം ജനാധിപത്യത്തിൽ ഇതിലും കൂടിയ വിഷമുള്ളതാണ്. ഇതുവരെ വന്ന വിഷമൊക്കെ മൂർഖൻ വരെ വന്നുള്ളൂ. ഇനി രാജവെമ്പാലയൊക്കെ ഇറങ്ങി ആടാൻ പോവുകയാണ്. അതാണ് കാലം. അപ്പം അതുകൊണ്ട് വാക്ക് മനോഹരമായിരിക്കണം, മനോമോഹനമായിരിക്കണം.
ആ വാഗ്വ്യവഹാരത്തിൽ അതുകൊണ്ട് ഞാൻ ഉദാസീനനായി. ഇത് കേട്ടുകഴിഞ്ഞ് എന്ന് പറയുകയാണ്. അത് അനന്തരം വീണ്ടും ചിന്താസഹ ചിത്തവൃത്തികളിൽ നിന്നും നിവർത്തിതനായി ഭവിച്ചു. എൻ്റെ ചിത്തവൃത്തികൾ, എൻ്റെ വിചാരങ്ങൾ, മനസ്സ്, വാക്ക്, വിചാരം. വിചാരം കുറെ കൂടി സൂക്ഷ്മമാണ്. വിചാരം പെട്ടെന്ന് വ്യാപിക്കുന്നതാണ്. അതുകൊണ്ട് സദ്വിചാരങ്ങൾ ഉള്ളവൻ സങ്കല്പിച്ചാൽ അത് നടക്കും. നല്ല വിചാരം, നല്ല വാക്ക്. പണ്ടുകാലത്ത് അതുകൊണ്ട് വിവാഹം, പരീക്ഷകൾ ഇതൊക്കെ വരുമ്പോൾ 12 കൊല്ലമെങ്കിലും സത്യം പറഞ്ഞ് ജീവിച്ച അച്ഛനെയും അമ്മയും നമസ്കരിക്കും. അപ്പം അച്ഛനും അമ്മയും അനുഗ്രഹിക്കും, നീ ജയിക്കുമെന്ന്. പഠിച്ചിട്ടില്ലെങ്കിലും ജയിക്കും. കാരണം അവരുടെ വാക്കിൻ്റെ പുറകെ സത്യം വരും. കാരണം മകൻ അതുവരെ കച്ചി വലിച്ചും പശുവിനെ തീറ്റിയും അച്ഛൻ പറഞ്ഞതൊക്കെ കേട്ടും ജീവിക്കുക ചെയ്ത് പഠിക്കാൻ നേരമൊന്നും കിട്ടിയില്ല. അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ടേ ഉള്ളൂ. പോകാൻ നേരത്ത് അച്ഛനെയോ അമ്മയോ ഒക്കെ നമസ്കരിച്ചിട്ട് അവൻ പോവും. അവരോ സത്യവാക്കുകളാണ്. 12 കൊല്ലം ഒരുത്തൻ സത്യം പറഞ്ഞാൽ അവൻ്റെ നാവിൽ നിന്ന് ഏത് വാക്ക് വന്നാലും അത് സത്യമായി ഭവിക്കും. അവൻ പറയുന്നത് എന്തായിരുന്നാലും ശരി, അവനെ കൊണ്ട് പറയിപ്പിച്ച് കിട്ടുമെങ്കിൽ അത് സത്യമാവും. സത്യം കണ്ടിട്ട് അവൻ പറയുന്നത് കൊണ്ടല്ല, അവൻ പറയുന്നതിൻ്റെ പിന്നെ സത്യദേവത പിന്നാലെ വരുന്നത് കൊണ്ടാണ്. ഫലം ആ വാക്യത്തിൻ്റെ പിന്നാലെ ഓടിയെത്തുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പരിശീലിക്കാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ, സത്യം. സത്യമോ ഹിതം. സത്യം പ്രിയം ഹിതം. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചയത്. ജീവിതത്തിൽ ഇത് മാത്രം പരിശീലിച്ചാൽ മതി. വേറെ ഒന്നും നോക്കണ്ട. അതാണ് നമ്മൾ വാക്കിനെ കണ്ടത്. മനസ്സും അവരുടേത് അതുപോലെയാണ്. ആ മനസ്സ് കരുണാമയമാണ്, ആനന്ദപൂർവകമാണ്. അവർ സങ്കല്പിച്ചാൽ അത് ഉണ്ടാവും. പഴയ കാലത്തൊക്കെ സ്ത്രീ സങ്കല്പിക്കുമ്പോൾ മഴ പെയ്യും. ഇന്ന് മുറ്റത്ത് അതൊക്കെ എടുത്തിട്ടോ കുഞ്ഞേ? വേണ്ടായിരുന്നല്ലോ, നീ എടുത്തിട്ടുമില്ലേ? ഇല്ലടി പെയ്യല, പെറുക്കണ്ട, അവിടെ കിടക്കട്ടെ, പെറുക്കണ്ട, ഞാനല്ലേ പറഞ്ഞത് പെയ്യല. കാറ് കയറിയിട്ടുണ്ട്, അത് വടക്കോട്ട് പോടി. അത് നേരെ വടക്കോട്ട് പോകും. അവിടെ നിന്ന് ആജ്ഞാപിക്കുന്നത് പോലെ ആ കാറ് വടക്കോട്ട് പോകുന്നത്. ഇന്ന് ഒന്നേ പറയാൻ പറ്റുള്ളൂ, പ്രകൃതി നിരീക്ഷകർക്ക് പോലും പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. അവരുടെ ഉപകരണങ്ങളെക്കാളൊക്കെ സത്യകൽപ്പനയുണ്ടായിരുന്നു. എൻ്റെ അമ്മ പറഞ്ഞാൽ, എൻ്റെ അമ്മൂമ്മ പറഞ്ഞാൽ എന്ന് പറയുന്ന പലരും ഇതിനകത്ത് തന്നെ ഇരിപ്പുണ്ടാവും. പറയുന്നുണ്ട്. അത് തന്നെ തർജ്ജമ ചെയ്ത പോലെ, അതെ, അത് തന്നെ തർജ്ജമ ചെയ്ത പോലെ വള്ളത്തോൾ എഴുതിയിട്ടുമുണ്ട്. ചില മഹർഷിമാർ ചെന്നാൽ ഫലം ആ വാക്യത്തിന് പിന്നാലെ ഓടിയെത്തും. ഫലം അതിൻ്റെ പിന്നാലെ ഓടി വരികയായിരുന്നു. പിന്നെ മഹർഷിയൊന്നും ആവണ്ട, വീടുകളിൽ അമ്മമാരുണ്ടായിരുന്നു. ഇതിന് പറഞ്ഞതുപോലെയാണ്. ചില ബ്രാഹ്മണ പുരോഹിതന്മാരും ചില പള്ളിയിലച്ചന്മാരും ഉണ്ടായിരുന്നു. ഈ നെല്ലിലൊക്കെ ഇന്നത്തെ പണി ചെയ്യുന്നതിന് പകരം അത് വകഞ്ഞൊരു ഭാഗം ഇട്ടിട്ട് അവിടെ ചെന്ന് നിന്ന് ആ ഇതിനോട് എന്താ പറയുക, ചാഴിയോട് അതിനെ വിലക്കിയിട്ട് പറയും. മൂലയ്ക്ക് 2 ഈന്തിൻ്റെ പൂവും വെച്ചിട്ട് പറയും, ഇതിനുള്ളിൽ നിന്ന് തിന്നോണം, അപ്പുറത്ത് കിടക്കരുതെന്ന്. ആ വാക്കനുസരിച്ചില്ലെങ്കിൽ ചാഴി വംശത്തോടെ പോകുമെന്നാണ് ചാഴി വിശ്വസിക്കുന്നത്. ചാഴിക്ക് പോലും വിവരം ഉണ്ടാവും. ഇന്ന് അച്ഛന്മാരെയും സന്യാസിമാരെയും ഒക്കെ വിളിച്ചുകൊണ്ട് പോയാൽ ചാഴി അവരെയും കൂടെ തിന്നും. മറ്റേതവർ സത്യവാക്കുകളാണ്. സത്യായ മിതഭാഷിണാം
സത്യവാക്കുകളും മിതമായി സാരവത്തായി മിതം ച സാരം ച വചോഹി വാഗ്മിതാഹ അതുള്ളവരുമാണ്. ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ ദർശനമായി അവർ പഠിച്ചത്. മൂന്നാമത് മനസ്സ്, ചിന്ത. സദാസമയവും ആ ചിന്ത സത്യദർശനത്തിലാണ്. ജീവികളിൽ ഒരാൾക്ക് പോലും ആപത്ത് വരരുതെന്നാണ് ആഗ്രഹം. അന്നൊക്കെ അറിയാം, അന്നൊക്കെ വീട്ടിലിരിക്കുന്ന ഒരു അമ്മ എന്ന് ആഗ്രഹിക്കുമ്പോൾ ക്ലാസ്സിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കൊരു ആന്തോളനം ഉണ്ടാവും. മൈലുകൾ അകലെയാണ്, 7-8 കിലോമീറ്റർ നടന്നു പോയാണ് പഠിക്കുന്നത്. ഇന്ന് വീടിൻ്റെ തൊട്ടപ്പുറത്താണ് സ്കൂള്. മത്സരിച്ച് വണ്ടി വന്ന് നിൽക്കും. കാരണം എല്ലാ സ്കൂളുകാരനും വണ്ടിയായിട്ട് ഓടുകയാണ്. കുട്ടി പഠിക്കാൻ ഇറങ്ങണ്ട. മാത്രമല്ല കുട്ടിയെ തന്തയും തള്ളയും ഇപ്പോൾ കൊണ്ടുപോകണ്ട. കാരണം ഈ കാശ് കൂടുതലായതുകൊണ്ട് ഇവൻ തന്നെ കയറി ചെന്ന് എടുത്തുകൊണ്ടിരും. ഇവൻ എടുത്തുകൊണ്ട് പോകുന്ന കാരണം ഗവൺമെൻറ് സ്കൂളിൽ വിട്ടാൽ തന്തയ്ക്ക് മുണ്ട് ബോണസും കിട്ടുന്ന കാലമാണ്. കാരണം പിള്ളേരില്ല. ശരിയല്ല, ഞാൻ നുണയൊന്നും പറഞ്ഞതല്ല. പിള്ളേരെ എങ്ങനെയെങ്കിലും ഒന്ന് വിട്ടാൽ മതി എന്നാണ്. പിന്നെ കാരണം വെച്ചാൽ ഇപ്പോൾ അവിടെയെങ്കിലും പിള്ളേരില്ല, ജോലി പോകുന്ന മട്ട കാണുന്നത്. എയ്ഡഡ് സ്കൂളുകൾ, ഗവൺമെൻറ് സ്കൂളുകൾ, ടീച്ചേഴ്സൊക്കെ പിള്ളേരെ പിടിക്കാൻ നടക്കുക. പണ്ട് പാരല കോളേജുകാരൻ നടന്ന പോലെ. ശരിയല്ല? എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഇപ്പോൾ പിള്ളേർ രാജാക്കന്മാരാണ്. ഞാൻ അങ്ങോട്ട് വരുന്നില്ല ടീച്ചറെ. അല്ല, അങ്ങനെ പറയരുത്. ഞാൻ നിനക്കൊരു ചെറിയ സ്റ്റൈപ്പൻ്റൊക്കെ തരാമെന്ന്. സമയമായോ? ആ ശരി. പിള്ളേർക്ക് ചായയും കടിയൊക്കെ ഉണ്ട്. ശരി. ഇല്ല, അതൊക്കെ ചായയുടെയും കടിയുടെയും കാലം പോയി. അതിലും കുറഞ്ഞു. ഇപ്പം പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ബിരിയാണിയൊക്കെയാണ്. പിള്ളേരൊരുമാതിരി രാജാക്കന്മാരായി. മെഡിക്കൽ കോളേജ് ചെന്നാലും അതെ. മെഡിക്കൽ കോളേജ് പണ്ട് ഇൻറ്റേൺഷിപ്പിനൊക്കെ പഠിക്കുന്ന സമയത്ത് വല്ലപ്പോഴും ഒരു മസാല ദോശയൊക്കെ മേടിച്ചു കൊടുക്കുകയുള്ളായിരുന്നു. ഇപ്പം മെഡിക്കൽ കോളേജിൽ അതൊക്കെ പോയി. ഇൻറ്റേൺഷിപ്പിന് പഠിക്കുമ്പം രോഗിയെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇൻറ്റേൺഷിപ്പിനുള്ളവന് ഇന്ന് കൊടുക്കുന്നത് നല്ല കമ്മീഷനാണ്. ഇൻറ്റേൺഷിപ്പിൻ്റെ കാലത്ത് ഇവനാ ഇപ്പോൾ ആളുകളെ, കാരണം ഈ വരുന്ന രോഗിയെ ഏത് ഡോക്ടറുടെ അടുക്കലേക്ക് വിടണമെന്ന് ഇവനാണ് തീരുമാനിക്കുന്നത്. ഇവൻ നോക്കുന്ന കൂട്ടത്തിൽ പറയും മറ്റവനെ കാണണ്ടാവും, കള്ളനാ, ഇങ്ങോട്ട് പോയിക്കോളാൻ പറയും. അപ്പോൾ ഇതിനെ അവിടെ കൊണ്ട് കൊടുക്കുന്നതിന് നല്ല കമ്മീഷനായിപ്പം. പണ്ടാണെങ്കിൽ പ്രൊഫസർ ഒരു ചായ വാങ്ങിച്ചു കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു മസാല ദോശ. അതിന് മുമ്പ് അതുമില്ല, വിരട്ടലേ ഉള്ളൂ. ആദ്യകാലത്ത് വിരട്ടലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എണ്ണം കൂടിയപ്പം മസാല ദോശയും ബിരിയാണിയൊക്കെ ആയി. പറയും, സാറേ ഇത്രയും പേര് വന്ന് പോയിട്ട് നമുക്കൊന്നുമില്ലേ എന്ന് ചോദിക്കും. അപ്പം പോട്ടറാ നീ പോയി തിന്നെ, ഒരു മസാല ദോശ കൊടുക്കും. ഇപ്പം അങ്ങനെയല്ല, 50-50. പിള്ളേർ രാജാക്കന്മാരായി വരുന്ന കാലമാണ്. അതുകൊണ്ടാണ് ഈ മെഡിക്കൽ കോളേജിൽ ആദ്യം കൊടുത്ത കാശിൻ്റെ പകുതി ഇവൻ ഇൻറ്റേൺഷിപ്പിൽ തന്നെ മുതലാക്കും. ഇതൊന്നും അറിയില്ല. ഈ ലോകമൊന്നും നിങ്ങൾക്ക് പരിചയമില്ല. നിങ്ങൾ ഏത് കോത്താഴത്തിലാണ് ജീവിക്കുന്നത്? ഇല്ലല്ലേ? അപ്പോൾ കാലമാറ്റം. എന്തോ അതാണ്ട് ചോദിക്കാൻ വന്നാരോ? ആ ഉണ്ട്. അത് വീട്ടിൽ കൊണ്ട് കൊടുക്കാറുണ്ടാവില്ല. അതാവും പോക്കറ്റിലിട്ട് കാണും. അപ്പോൾ കാലം വളരെ വിചിത്രമാണ്. അപ്പോൾ ഞാൻ എൻ്റെ വാക്കിനെ പിൻവലിച്ചു, എൻ്റെ മനസ്സിനെ. മൂന്നാമത്തതാണ് മനസ്സ്, ചിത്തവൃത്തി. ആ ചിത്തവൃത്തിയെ നിരോധിച്ചു. ചിത്തത്തിൽ വൃത്തികളില്ലാത്ത പ്രശാന്തവാഹിത, നൈരന്തര്യത, സത്കാരാസേവിത, അതാണ് ദൃഢഭൂമി. ആ ദൃഢഭൂമി വന്നവരായിരുന്നു പഴയ ആളുകൾ. അതുകൊണ്ട് അവർ സങ്കല്പിച്ചാൽ മതി. അപ്പം സ്കൂളും വീടും തമ്മിൽ 5-10 മൈലൊക്കെ ഉണ്ടാവും അകലം. ചുരുങ്ങിയത് 5 മൈലെങ്കിലും കാണും. നടന്നുപോയി വേണം പഠിക്കാൻ. അല്ല ഇന്നത്തെ പോലെ വണ്ടിയൊന്നുമില്ല. രാവിലെ ഒരു പൊതിച്ചേറുമൊക്കെ കെട്ടി നടന്നോളുക, ഒരു വാഴയിലക്കകത്ത്. അതിനകത്ത് 2 മുളകൊക്കെ ഇടിച്ച് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ഉച്ചയ്ക്ക് കൊണ്ടുകൊള്ളുക, പഠിച്ചോളുക. വന്നാൽ മണ്ണെണ്ണ വിളക്കൊക്കെ ഉണ്ടാവുള്ളൂ. അല്ല ഇന്നത്തെ പോലെ ലൈറ്റൊന്നും ഉണ്ടാവില്ല. പഠിക്കാത്തതിനൊന്നും വഴക്ക് പറയാനും ആരുമില്ല. കൂടുതൽ പഠിച്ചാൽ വഴക്ക് പറയാൻ വീട്ടിൽ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട്. രാത്രി ഒരുപാട് നേരം ഇരുന്നാൽ 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വിളക്കെടുത്തിട്ട് മണ്ണെണ്ണയുടെ വില അറിയാൻ പാടില്ല. കിടക്ക്. പഠിത്തക്കാരനൊക്കെ ആകുന്നുള്ളൂ. രാവിലെ പശുവിനെ ഇറക്കി കെട്ടിയേച്ചൊക്കെ പോയില്ലെങ്കിലുണ്ടല്ലോ എന്നേ പറയുള്ളൂ.
അതുകൊണ്ട് നല്ലപോലെ പഠിക്കുകയും ചെയ്യും. ഇന്നൊരെണ്ണവും മെയ്യനെങ്കിൽ പണിയെടുക്കുകയില്ല, പഠിക്കുകയില്ല. പഠിക്കുകയാണെന്നും പറഞ്ഞിരുന്ന് ഇങ്ങനെ ആകാശക്കോട്ടകൾ ഉണ്ടാക്കുകയാണ്. അന്ന് ഇവനും അങ്ങനെയാണ്. ആശയവിനിമയം നടക്കുന്നുണ്ടല്ലേ, ആശയവിനിമയം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അല്ലേ? മുമ്പേ കൊടുത്തതിന് തിരിച്ചു കിട്ടുകയാണെന്ന് തോന്നുന്നു. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണല്ലോ പ്രമാണം. മുമ്പേ അങ്ങോട്ട് കൊടുത്തതൊക്കെ പലിശ ചെയ്ത് ഇങ്ങോട്ട് തരാൻ തുടങ്ങാൻ തോന്നുന്നു അല്ലേ? അത് അനിയൻ കൊടുത്തതിനാണ് ചേട്ടനിട്ട് കിട്ടുന്നത്. അപ്പോൾ അന്ന് വീട്ടിലിരിക്കുന്ന ഒരമ്മ ജസ്റ്റ് ആഗ്രഹിച്ചാൽ മതി, കുഞ്ഞിനവിടെ ഇരിക്കാൻ മേല വരും. അവൻ ചെന്ന് ഹെഡ് മാസ്റ്ററോടോ പ്രിൻസിപ്പലിനോടോ ആരോടാണെന്നാ പറയും, വീട്ടിൽ പോകണം. എന്താണെന്നറിയില്ല സാർ, ഇപ്പം എനിക്കെത്തണം. അവൻ വീട്ടിലെത്തുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അന്ന് അസ്നാവിരം ഒരാശയവിനിമയമുണ്ട്. മൊബൈലൊന്നുമില്ല, ഫോണും വിളിക്കണ്ട. ലോകത്തിലുള്ള ഏത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള പാരസ്പര്യം അത് അസ്നാവിരമാണ്, സ്നായുക്കളില്ലാതെ. അപാപവിദ്ധമാണ്, പാപക്കറയില്ല. ഒക്കെ വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് വസ്തുത. അപാപവിദ്ധമായ അസ്നാവിരമായ ഒരു കാര്യമെങ്കിലും ഓർമ്മയുണ്ടാവും നിങ്ങളുടെ പ്രായം ചെന്നവർക്ക് ജീവിതത്തിൽ. അമ്മ ആഗ്രഹിച്ചപ്പോൾ ഞാൻ എത്തി. എൻ്റെ അച്ഛനൊരു വിഷമസന്ധിയിലായിരുന്നു, ഞാൻ ഓടിയെത്തി. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ എനിക്ക് രോമാഞ്ചമുണ്ടാകുന്നു എന്ന് പറയാനുള്ളൊരു അനുഭവം നിങ്ങളുടെ ഇടയിലെ വളരെ പ്രായം കൂടിയവർക്ക് ഇപ്പോഴും ഒരെണ്ണമെങ്കിലും കാണും. Am I right? കാരണം അങ്ങനൊരു ബന്ധമുണ്ടായിരുന്നു, ഒരു പാരസ്പര്യ ബന്ധം. ഒരു തള്ളമുയലിനെ ഒരു അന്തർവാഹിനിയിൽ വെച്ച് 1000 മൈലുകൾ അകലെ, അന്തർവാഹിനി വെള്ളത്തിനടിയിലാണ്, 1000 മൈൽ അകലെ അതിൻ്റെ ഒരു കുഞ്ഞിനെ തെക്കും ഒരെണ്ണത്തിനെ വടക്കുമൊക്കെ വെച്ച് അതിൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിലൊരു സൂചി കൊണ്ട് കുത്തിയാൽ ആ കുഞ്ഞിൻ്റെ മസ്തിഷ്കത്തിലുണ്ടാകുന്ന പരിണാമങ്ങൾ ഇലക്ട്രോ എൻസെഫാലോഗ്രാഫിൽ രേഖപ്പെടുത്തുന്നത് ആ തള്ളയിൽ രേഖപ്പെടുത്തുന്ന തരംഗങ്ങൾക്ക് തുല്യമായി, ഇവരിൽ രേഖപ്പെടുത്തുന്നതിന് തുല്യമായി തള്ളയിലും രേഖപ്പെടുത്തും. ജീവികളെല്ലാം തമ്മിൽ ഈ പാരസ്പര്യമുണ്ട്. വിദ്യാഭ്യാസം കൊണ്ടും വിവരസാങ്കേതിക വിദ്യ കൊണ്ടും ഇതാണ് മനുഷ്യൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത്.